വരാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? അയ്യോ എന്ത് ബുദ്ധിമുട്ട്, ഇവന്റെ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് നടന്നു കിട്ടണം. അതുകൊണ്ട് അത് കഴുതേരെ വീട്ടിൽ എങ്ങനെ വേണമെങ്കിലും ഞങ്ങൾ പോകും കേട്ടോ. പയ്യനൊന്നും പറഞ്ഞില്ല? അയ്യോ അവൻ ഒന്നും മിണ്ടത്തില്ല. അതെന്താ? ഭയങ്കര നാണം കുലുങ്ങിയ. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. രാത്രിയായ ഒരു നാണമില്ല അവന്. പിന്നെ ഇവനുമായിട്ടൊന്ന് അടുത്തു നോക്കണം. ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വലിയ സാധനം ഇവന്റെ കയ്യിലുണ്ട്. അതെന്ന് തോന്നുന്നു. അല്ല, വലിയൊരു മനസ്സിന്റെ ഉടമയാണ് അവൻ. അത്രയ്ക്ക് സ്നേഹമാണ് ഇവൻ എല്ലാവരുടെ. പയ്യൻ എന്താ ചെയ്യുന്നത്? ഞാൻ ബിസിനസ് ഒക്കെ ആയിട്ട്. എന്ത് ബിസിനസ്? അയ്യോ ഇനി ബിസിനസിനെ കുറിച്ച് സംസാരിച്ച ഇന്ന് ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല. ഇവന്റെ അച്ഛൻ ഒരുപാട് വസ്തുക്കളുണ്ട്, ഏക്കർ കണക്കിന്. അതിലില്ലാത്ത കൃഷികളാ. ഇഞ്ചി മുതൽ കഞ്ചാവ് വരെ. അല്ല മറ്റേ എന്താടാ മാഞ്ച ഇപ്പൊ മൂഞ്ചിയന്. അല്ല അച്ഛൻ വന്നില്ലേ? പുള്ളി ബൊമ്മനകള്ളിയില് ഉള്ളി കൃഷിയായിട്ട് പോയിരിക്കുകയാണ്, കാക്കയടിക്കാനെ. അതിങ്ങനെ വന്നില്ല, അതേ വരുമായിരുന്നു. അളിയന് ഭയങ്കര തിരക്കാണ്. നമുക്കിനി സംസാരം കുറച്ചിട്ട് പെണ്ണിനെ വിളിക്കാം. പിന്നെന്താ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. മോളെ മാമാ പെണ്ണു കൊല്ലാം മാമാ. വായടച്ചു പിടിച്ച് മിണ്ടാതിരടാ. ഇതാണ് എന്റെ മോള്. ഇഷ്ടായോ? മോളെ ഇഷ്ടായി. അമ്മയും കിടക്കാണല്ലേ. ഇവനെയൊക്കെ വിശ്വസിച്ച് പോയാ എന്നെ വേണം പറയാൻ. അടി വാങ്ങിച്ചു തന്നിട്ട് ഇരിക്കുന്നു നോക്കിയാണ്. കിട്ടിയല്ലേ, ഞാൻ വാട്സാപ്പിൽ കണ്ട്. അതിലും വന്ന വാട്സാപ്പിലാ? അതെങ്ങനെ അതിൽ വന്നത്? ഡിജിറ്റൽ ഇന്ത്യ അല്ലേ, എല്ലാത്തിലും വരും. എന്ത് ചെയ്യൂന്ന് പറ. പെണ്ണാണാൻ പോയി അടി വാങ്ങുന്നത് ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും. ഈ ബുദ്ധിയുള്ളവരൊക്കെ കൂടെ വന്നിട്ടും നിനക്ക് എങ്ങനെയാടാ അടി കിട്ടിയത്? നീ ഇത് എനിക്കിട്ട് വെച്ചതാണെന്ന് മനസ്സിലായി. ഇവനോട് ഞാൻ അന്നേ പറഞ്ഞതാ, പെണ്ണുങ്ങളെ കാണുമ്പോ ഇങ്ങനെ ആക്രാന്തത്തോടെ നോക്കല്ലേന്ന്. ഇതൊരുമാതിരി വർത്തമീൻ കണ്ട കണ്ടം പൂച്ചപ്പുറത്തെ വല്ലാത്തൊരു നോട്ടവും. മാമ ഞാൻ അങ്ങനെ നോക്കിയില്ല മാമ. നീ മിണ്ടരുത്. നീ എങ്ങനെ നോക്കിയാലും കണ്ടം പൂച്ചാന. കുടുംബത്തിനെ മാനം കെടുത്താൻ വേണ്ടി ഓരോരുത്തന്മാര് ജനിക്കും. മാമ ഇനി എന്ത് ചെയ്യും? നീ ഒന്നും ചെയ്യണ്ട. ഒന്നുകിൽ നീ ആഗ്രഹം കളയണം, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് നാട് വിടും. മനസ്സിലായ? ചേട്ടാ ഞാൻ പോട്ടെ. നീ പോടെ. അപ്പൊ എന്റെ കമ്മീഷൻ? അടിവാൻ ചെയ്യുന്ന കമ്മീഷനാ? നിങ്ങളല്ലേ തോന്നിയ കാണിച്ചത്? ഞാൻ എന്ത് തോന്നിയ ദിവസം കാണിച്ചടാ? ഇപ്പൊ എന്നെ പറയണ? ഇപ്പൊ എനിക്ക് കമ്മീഷൻ കിട്ടണം. തന്നിലേക്ക് ഞാൻ അസോസിയേറ്റ് വിളിക്കും. നീ അസോസിയേറ്റ് വിളിക്കും? നീ വിളിക്കും? നീ വിളിക്കണം. മനുഷ്യൻ ഭ്രാന്തില്ലാതെ നടക്കുമ്പോ ഭ്രാന്താക്കണം മനുഷ്യൻ. എല്ലാത്തിനും ഇന്ന് ഞാൻ നോക്കി. മനുഷ്യന് ഒരു തുള്ളി ചായ അടിക്കാൻ പറ്റാത്ത അവസ്ഥയായി.